എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഷേക്കാണല്ലോ ചക്കക്കുരു ഷേക്ക്. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബദാം ഷേക്കിൻ്റെ അതേ രുചിയിലാണ് ഇതുള്ളതെന്നാണ് കുടിച്ച് നോക്കി എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്നാൽ കുറച്ച് ചക്കക്കുരു കിട്ടിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് കരുതി. അപ്പോൾ ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ചക്കക്കുരു നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. പുറത്തുള്ള ആ വെളുത്ത തൊലി കളഞ്ഞിട്ട് ഈ ബ്രൗൺ കളറിലുള്ളത് കളയണ്ട, നല്ലോണം വെണ്ണ പോലെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം ചക്കക്കുരു മാത്രമായിട്ട്, പിന്നെ ചക്കപ്പഴത്തിൻ്റെ മാത്രം, പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും, അങ്ങനെ 3 രുചിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാനൊരു പാക്കറ്റ് പാല് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് മിക്സിയുടെ പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് പാലൊഴിച്ച് ആദ്യം അതൊന്ന് അരച്ചെടുക്കണം. നന്നായി അരിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് കൂടുതൽ പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ, ഒട്ടും തരിയില്ലാതെ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഇതൊരു ഗ്ലാസ് ഷേക്കിനുള്ള ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇനി ഈ കട്ടിയായിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബദാം ഷേക്കിൻ്റെ അതേ രുചിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ബദാം ഷേക്കിൻ്റെ രുചിയൊന്നുമല്ല, വേറെ ഒരു രുചി. അതായത് അത്ര മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്ര നല്ല രുചിയായിട്ട് തോന്നിയില്ല ചക്കക്കുരു മാത്രമായിട്ടിട്ട് അടിച്ച് ഷേക്കാക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇതിൽ ഫ്ലേവേഴ്സ് എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ വേറെ പ്രത്യേക രുചി ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും ചക്കക്കുരു മാത്രം ഇട്ട് അടിക്കുമ്പോൾ ബദാമിൻ്റെ രുചിയൊന്നും കിട്ടില്ല, ഒരു പ്രത്യേക രുചി അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ചക്കപ്പഴം ചേർത്ത് അടിച്ച് നോക്കാം. അപ്പോൾ ചക്കപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കട്ടിപ്പാൽ ഒഴിച്ച് കുറച്ച് ഐസ് ക്യൂബ്സും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതും ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്ത് എടുക്കുക. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചക്കപ്പഴത്തിൻ്റെ ആ ഒരു ചെറിയ രുചിയും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഷേക്ക് അടിക്കുമ്പോൾ ആ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് വരുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു അതുപോലെയുള്ള നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചക്കപ്പഴം മാത്രം ഇട്ടിട്ടും ഷേക്ക് അടിച്ചു. ഇനി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എന്താണ് ടേസ്റ്റ് എന്ന് നോക്കാം. അപ്പോൾ അത് രണ്ടും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഇതും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചക്കപ്പഴം മാത്രം ഇട്ടിട്ട് ഷേക്ക് അടിച്ചല്ലോ, അതിനായിരുന്നു ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകം തന്നെ നിങ്ങളിൽ മിക്കവരും ഇത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ടേസ്റ്റാണ് ഈ ചക്കക്കുരു ഷേക്കിന് തോന്നിയത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടനും കൂടി ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.